മിച്ചൽ സ്റ്റാർക്കിന്റെ വെടിയുണ്ടയ്ക്ക് ഇംഗ്ലീഷ് ക്യാപ്റ്റന്റെ മറുപടി. പേസിനും ബൗൺസിനും പെരുമകേട്ട പെർത്ത് ഇത്തവണയും ബാറ്റർമാരുടെ ശവപ്പറമ്പായി. ആഷസിന്റെ ആദ്യ ദിനം തന്നെ ആരാധകരെ ഞെട്ടിക്കുന്ന വിക്കറ്റ് വീഴ്ച. ആദ്യ ദിനം വീണത് 19 വിക്കറ്റുകൾ. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഓസീസ് പേസർ മിച്ചൽ സ്റ്റാർക്കിന് മുന്നിൽ തകർന്നു വീണു. 7 പേരെ കൂടാരം കയറ്റി സ്റ്റാർക്കിന്റെ വിക്കറ്റ് വേട്ട. ഒരു ഭാഗത്ത് വിക്കറ്റ് വീഴുമ്പോഴും ബാസ്ബോൾ ശൈലിക്ക് ഒരു മാറ്റവും വരുത്തിയില്ല ഇംഗ്ലണ്ട്. 172 റൺസിന് ഓൾ ഔട്ടായപ്പോഴും നേരിട്ടത് വെറും 197 പന്തുകൾ മാത്രം. ഹാരി ബ്രൂക്ക് 52ഉം ഒലി പോപ്പ് 46ഉം റൺസ് എടുത്തു. ഇംഗ്ലണ്ടിന്റെ 7 താരങ്ങൾക്ക് രണ്ടക്കം കാണാനായില്ല. 33 റൺസ് എടുത്ത ജാമി സ്മിത്തും 21 റൺസ് എടുത്ത ബെൻ ഡക്കറ്റുമാണ് രണ്ടക്കം കടന്ന മറ്റു ബാറ്റർമാർ. ആദ്യ ദിനം തന്നെ ലീഡ് പ്രതീക്ഷിച്ച ആതിഥേയരും പേസ് ട്രാക്കിൽ നിലയുറപ്പിക്കാതെ വീണു. ഓപ്പണർമാരെ വീഴ്ത്തി ജോഫ്ര ആർച്ചർ. പിന്നാലെ ബ്രൈഡൻ കഴ്സിന്റെ ഊഴം. ടോപ്പ് ഓർഡറിലെ വീഴ്ചയിൽ പതറുനിന്ന ഓസ്ട്രേലിയയ്ക്ക് മേൽ അശനിപാതം പോലെ ബെൻ സ്റ്റോക്സ്. 5 പേരെ കൂടാരം കയറ്റി ഇംഗ്ലീഷ് ക്യാപ്റ്റൻ. 9 വിക്കറ്റിന് 123 റൺസ് എന്ന നിലയിൽ ആദ്യ ദിനം അവസാനിപ്പിച്ച ഓസ്ട്രേലിയ ഇപ്പോഴും 49 റൺസ് പുറകിലാണ്. ഒരു നൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് ആഷസിൽ ആദ്യ ദിനം 19 വിക്കറ്റുകൾ വീഴുന്നത്. 1909-ൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇതിനു മുൻപ് ആദ്യ ദിനം 20 വിക്കറ്റുകൾ വീണിരുന്നു. അതിവേഗം ഓസ്ട്രേലിയയുടെ അവസാന വിക്കറ്റും വീഴ്ത്താനാകും രണ്ടാം ദിനം ഇംഗ്ലണ്ടിന്റെ ശ്രമം. 10 വർഷത്തിനു ശേഷം ആദ്യ ആഷസ് കിരീടം സ്വപ്നം കാണുന്ന ഇംഗ്ലണ്ടിന് പെർത്തിൽ ജയമുറപ്പിച്ചാൽ ആത്മവിശ്വാസം കൂട്ടാം. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.